ബഹുമാനമുള്ള ദാസ് ജോർജ് അച്ഛൻ, ഇടവകയുടെ കരോൾ സർവീസിന് നേതൃത്വം നൽകുന്നതായിട്ടുള്ള ഗായക സംഘ അംഗങ്ങളെ, വിവിധ ഇടവകളിൽ നിന്ന് വിശേഷിച്ച് CSI ഇടവകയിൽ നിന്നും, വാഴൂർ എബനേസർ ഇടവകയിൽ നിന്നും, മറ്റ് ഇടവകളിൽ നിന്നും, സഹോദരി ഇടവകളിൽ നിന്നും എത്തിയിരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇടവകയിലെ ചുമതലക്കാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രാരംഭമായി തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊള്ളട്ടെ. 2024 വിട പറയുന്നു. 25 നമ്മൾ പ്രവേശിക്കുകയാകുന്നു. ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവശക്തിയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. അതെല്ലാ പാഠഭാഗങ്ങളിലും ഉണ്ടെങ്കിൽ തന്നെയും ഇമ്മാനുവലായ കർത്താവിൻ്റെ സഹിത്വമാണ് അതിന് നമ്മളെ ശക്തീകരിക്കുന്നത് എന്ന് ഈ ദിവസങ്ങളിലെ നമ്മുടെ കൂടിവരവുകളിലെല്ലാം നാം ചിന്തിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗം എന്ന നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു വാക്യം മാത്രം വായിച്ച് 2 വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് പരിചിതമായ വാക്യമാണ്. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ കാലത്തെ ഏറ്റവും മനുഷ്യർ കേൾക്കുവാൻ താല്പര്യമുള്ള വാക്കുകളാണ് നമ്മൾ വായിച്ചതായിട്ടുള്ള ഈ ഭാഗം. അതിലെ ഊന്നലെന്ന് പറയുന്നത് ക്രിസ്മസ് എല്ലാ ജനതകൾക്കും വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിലുള്ള വേർതിരിവുകളാണ്. ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ ഭാഗം ധ്യാനിക്കാനായി. സകലർക്കുമുള്ളതായ മഹാസന്തോഷം, സകല ജനതയ്ക്കുമുള്ളതായ മഹാസന്തോഷം ഞാൻ ഘോഷിക്കുന്ന എന്ന ദൂതനിലൂടെ അറിയിക്കുമ്പോൾ ഈ ഒരു വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ട് സാധിക്കും. അടുത്ത ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ദിവസമൊക്കെ നടന്നതായിട്ടുള്ള ചില സംഭവ പ്രവണതകളൊക്കെ നമ്മൾ കണ്ടു. ചില സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷം നടത്തുമ്പോൾ ഇതിവിടെ നടത്താനായിട്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിരലിലെണ്ണാവുന്ന ആളുകളാണെങ്കിൽ തന്നെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഭാഗ്യത എത്ര വലിയതാണ്. ക്രിസ്മസ് ഫാദറുകളായി വേഷവും ധരിച്ച് സ്കൂൾ കുട്ടികൾ ഏക മനസ്സോടുകൂടി പരിപാടിയിലേക്ക് പങ്കെടുക്കാനായിട്ട് വരുമ്പോൾ പറയാണ്, ക്രിസ്മസ് ഈ സ്കൂളിൽ പറ്റുകയില്ല. ഇതൊരു പ്രവണതയാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ അതിന് വലിയ പ്രാബല്യം കിട്ടാത്തതുകൊണ്ട് അതവിടെ അവസാനിച്ചു. എന്നാൽ ഉത്തരേന്ത്യയിലോ മറ്റിടങ്ങളിലോ ഒന്നും അതല്ല സ്ഥിതി. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ സിറിയയിലെ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. എല്ലാവരുടെ മുഖത്ത് വലിയ സന്തോഷമാണ്. പക്ഷേ അഭിമുഖീകരണം നടത്തുമ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ക്രിസ്മസിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ നാഥൻ്റെ ദൂത്, അവൻ്റെ ജനനം, ദൂതൻ അവരോട് പറഞ്ഞതായ വാക്ക് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഭയപ്പെടേണ്ട, സകല ലോകർക്കുണ്ടാകാനുള്ള മഹാസന്തോഷം, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം. അതുകൊണ്ട് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, ദാസ് ജോർജ് അച്ഛൻ വിശദമായി സന്ദേശം നൽകുവാനായിട്ട് എത്തിയിട്ടുണ്ട്. മനുഷ്യജീവിതത്തിൽ എല്ലാ കാലത്തും എന്താണ് മനുഷ്യനെ
കൂടുതൽ ഗ്രസിക്കുക എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ: ഭയമാണ്. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രാത്രിയിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്കറിയാം, അന്ന് സാക്ഷ്യമായിട്ടൊക്കെ നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ചേർന്ന് വരുന്നതായ അല്ലെങ്കിൽ അങ്കുരിക്കുന്നതായിട്ടുള്ള ഭയത്തിൻ്റെ അനുഭവം. ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള സത്യം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുവാനായിട്ടാണ്. ഇനിയൊരു ഉള്ള 1 മണിക്കൂർ 1.25 മണിക്കൂർ നമ്മളതെല്ലാം മറന്ന് ദൈവത്തെ പാടി സ്തുതിക്കുക. അതിനായിട്ടാണ് നമ്മളിവിടെ ചേർന്ന് വന്നിരിക്കുന്നത്. പലയിടത്തും യുദ്ധങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസം നമ്മുടെ വീട്ടുമുറ്റത്താണോ ഈ സംഭവങ്ങളെന്ന് ആര് കണ്ടു? പക്ഷേ നാഥൻ്റെ വാക്കുകൾ നമ്മൾക്കെപ്പോഴും ശക്തി പകർന്നു നൽകുന്നതാണ്. സകല ജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം. അതുകൊണ്ട് ഈ സന്തോഷം പങ്കുവെക്കപ്പെടേണ്ട സന്തോഷമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീടാന്തരം കയറി കുഞ്ഞുങ്ങൾ ഈ വലിയ സദ്വർത്തമാനം ഗാനരൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചതാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, കൂടെ നടക്കുന്നവൻ, നമ്മോട് കൂടെയുള്ളവൻ. നമ്മൾ സാധാരണ ഇമ്മാനുവേൽ എന്നുള്ള വാക്ക് ഈ ക്രിസ്മസ് നാളുകളിൽ മാത്രമേ സാധാരണ ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ അതെല്ലാ കാലത്തും നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ്. ഇത് പറഞ്ഞത് നമ്മൾക്കറിയാം. ക്രിസ്മസിൻ്റെ സന്തോഷം പ്രാരംഭത്തിൽ തന്നെ ആട്ടിടയന്മാരോട് അറിയിക്കുന്നു. എല്ലാ തരത്തിലും ബഹിഷ്കൃതരായിട്ടുള്ള ആട്ടിടയന്മാർ, അവർ ഭയത്തിലാണ്. ഭരണകൂടം നിമിത്തമുള്ള ഭയം. റോമൻ സാമ്രാജ്യമാണ് ഭരിക്കുന്നത്. വന്യമൃഗങ്ങൾ വന്ന് തങ്ങളുടെ ഉപജീവനത്തിൻ്റെ ഇനമായ ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അവരോടാദ്യം പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. പിന്നീടാണ് ഓരോ വിഭാഗത്തോടും പറയുന്നത്. ഏറ്റവും ബലഹീനരെ താങ്ങുന്നവനായ ദൈവത്തിൻ്റെ ആ രക്ഷാപദ്ധതിയുടെ വലിയ അനൗൺസ്മെൻ്റാണ് നമ്മളവിടെ കേൾക്കുന്നത്. അതുകൊണ്ട് ആ ആട്ടിടയർക്ക് പുൽത്തൊഴുത്തിൽ കിടക്കുന്നതായ പൈതലിനെ ആദ്യം കാണുവാനായിട്ടുള്ള ഭാഗ്യമുണ്ടായി. എന്നിട്ട് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ശിശുവിനെ കണ്ടതിന് ശേഷം അവർ സന്തോഷചിത്തരായി വ്യത്യസ്തരായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ ക്രിസ്മസും ഇമ്മാനുവേലിൻ്റെ സഹിത ഉറപ്പ് വരുത്തുന്നതോടൊപ്പം നമ്മുടെ രൂപാന്തരത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നമ്മൾക്ക് മാനസാന്തരം വരണമെങ്കിൽ കൺവെൻഷൻ നടക്കണമെന്നുള്ള ഒരവസ്ഥയാണ്. പക്ഷേ അങ്ങനെയല്ല. രൂപാന്തരം, മാനസാന്തരം അത് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ കൂടുതൽ ശക്തിമത്തായി നമ്മളോട് സമ്പാദിക്കുന്നുണ്ട്. ആട്ടിടയന്മാർ വന്നതുപോലെയല്ല തിരിച്ചു പോയെന്നാണ് തിരുവചനം പറയുന്നത്. കാഴ്ചകൾ സമർപ്പിച്ചു, സന്തോഷചിതരായി, ധൈര്യമുള്ളവരായി, പ്രതീക്ഷാനിർഭരരായി മടങ്ങിപ്പോകുന്നു. വിദ്വാൻമാർ വന്നു, പൈതലിനെ കണ്ടു, വേറെ വഴിയായി കടന്നു പോകുന്നു. എന്താ വേറെ വഴി? അന്ന് ബൈപ്പാസ് വല്ലതും ഉണ്ടോ? നമുക്കിപ്പോൾ പറയും വേറെ വഴിയുണ്ട്, ബൈപ്പാസ് വഴി കയറിപ്പാം, തിരക്കൊഴിവാക്കാം. അല്ല, അവരുടെ ജീവിതത്തിൻ്റെ ലക്കും ലഗാനും ലക്ഷ്യവും വ്യത്യസ്തമായി എന്നാണ് അതിൻ്റെ അർത്ഥം. മാറിപ്പോയി. നേരായ വഴിയിൽ ലക്ഷ്യത്തിലേക്ക് അവർ നടന്നെടുത്തു എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുക്കത്തിൻ്റെ, രൂപാന്തരത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ, ദൈവത്തോട് കൂടെ നടന്ന അനുഭവം. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നീതിമാന്മാരെ കുറിച്ചൊക്കെ പറയുന്നു, അവർ ദൈവത്തോട് കൂടെ നടന്നു. ഇതാ ഈ ദൈവം നമ്മോട് കൂടെ നടക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഒന്നും മുടക്കണ്ടെന്നാണ് പറയുന്നത്. അവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആ ദൈവത്തോടൊപ്പം നടപ്പാൻ തുടർന്നുള്ള ദിവസങ്ങളിലും പുതുവർഷവും ദൈവം നമ്മൾ എല്ലാവർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. നമ്മളോടൊപ്പം നമ്മുടെ ദാസ് ജോർജ് അച്ഛനും ഉള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. അച്ഛനൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പെട്ടിരിക്കുകയാണ്. കാരണം അച്ഛൻ്റെ ഇടവകയിലെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളുമൊക്കെ കഴിഞ്ഞു.
ഇന്ന് നെടുങ്ങാടപ്പള്ളി വലിയ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷമൊക്കെ ആയിരുന്നു. അങ്ങോട്ട് പോകാണ്ട് ഇരുന്നപ്പോഴാണ് എൻ്റെ വിളി ചെല്ലുന്നത്. അപ്പോൾ നമ്മളെ ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അച്ഛൻ ഇന്ന് വാസ്തവം പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ള സ്നേഹവായ്പ കൊണ്ടാണ് അച്ഛനെല്ലാം ക്രമീകരിച്ചതിന് ശേഷം നെടുങ്ങാടപ്പള്ളിയിലൊക്കെ പോകുവാനായിട്ടുള്ളൊരു ക്രമീകരണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ക്രിസ്മസ് കരോൾ സർവീസ് എന്ന് മനസ്സിലാക്കിയപ്പോൾ, എൻ്റെ ഒരു ക്ഷണം കൂടെ ലഭിച്ചപ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി അച്ഛൻ സ്വീകരിച്ചു എന്നുള്ളതിൽ നമ്മളേറെ കൃതാർത്ഥരാണ്. നമ്മുടെ ഇടവകൾ തമ്മിലുള്ള സ്നേഹബന്ധം, കരുതൽ, കൂട്ടായ്മ അനുദിനം വർദ്ധിച്ച് ഭയപ്പെടാത്ത ആട്ടിൻകൂട്ടമായി നമ്മുടെ സമൂഹങ്ങൾ ഈ കാനം പ്രദേശത്ത് പരിലസിക്കണമെന്നാണ് ദൈവം തമ്പുരാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അച്ഛൻ്റെ സാന്നിധ്യവും നമ്മുടെ ഗായക സംഘം, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ചേർന്നുള്ള ഒരു ശുശ്രൂഷയാണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത്. ഗാന ശുശ്രൂഷയാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൂടെ ദൈവത്തെ പാടി സ്തുതിപ്പാൻ ദൈവം നമ്മൾക്കെല്ലാം ആയുസ്സിൽ ഒരു വട്ടം കൂടെ ഇപ്പോൾ അവസരം നൽകിയിരിക്കുന്നു. വരുന്ന ആളുകൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവം നമ്മളെല്ലാം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കും.